മതങ്ങളുടെ പേരിൽ IAS ഗ്രൂപ്പ് ഉണ്ടാക്കിയ അതിൽ അന്വേഷണ റിപ്പോർട്ട് 24 പുറത്തുവിടുകയാണ്. ഫോറൻസിക് പരിശോധനയ്ക്ക് മുൻപേ ഗോപാലകൃഷ്ണൻ പലതവണ ഫോൺ ഫോർമാറ്റ് ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. കെ ഗോപാലകൃഷ്ണന്റെ പ്രവൃത്തികളിൽ ദുരൂഹത ഉണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഹാക്കിംഗ് തെളിയിക്കുന്ന ഒരു തെളിവും കണ്ടെത്താനായില്ല എന്നാണ് പറയുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചെയ്യുന്നത്. ഷഫീദ്, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ആനിവേഴ്സറി. നമ്മൾ 7ാം വർഷത്തിലേക്ക് കടക്കുന്നു, അതിന് സന്തോഷമുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഷഫീദിന് പങ്കുവെക്കാനുള്ളത്. നേരത്തെ പറഞ്ഞതാണ് ഇത് രീതിയിലുള്ള ഹാക്കിംഗ് തെളിവുകളൊന്നും ഇല്ല എന്നുള്ളത്. അത് പോലീസ് റിപ്പോർട്ടിലും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇനിയുള്ള നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട്? പ്രജിൻ, ഗുഡ് മോർണിംഗ്. ക്രിസ്ത്യന, ഗുഡ് മോർണിംഗ്. അതായത് ഈ കെ ഗോപാലകൃഷ്ണൻ മതങ്ങളുടെ IAS ഉദ്യോഗസ്ഥരുടെ പേരിൽ മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കെ ഗോപാലകൃഷ്ണന്റെ ഇടപെടലുകളിലടക്കം വലിയ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പോലീസ് ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചത്. എന്നിട്ടും ചീഫ് സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ നൽകിയ ചാർജ് മെമ്മോയിൽ ഈ ദുരൂഹതയെക്കുറിച്ചൊന്നും പരാമർശമില്ല എന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ നൽകുകയും ചെയ്തു. ഇനി ഈ പോലീസ് റിപ്പോർട്ടിലേക്ക് വന്നാൽ പോലീസ് റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. കെ ഗോപാലകൃഷ്ണൻ പോലീസിന് നൽകിയ പരാതിയും മൊഴിയുമൊക്കെ കള്ളമെന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പറയുന്ന സുപ്രധാനമായ ഒരു കാര്യം, ഒക്ടോബർ 31 തന്റെ ഫോൺ ഹാക്ക് ചെയ്തു. താൻ തന്റെ സഹപ്രവർത്തകരെ തന്നെ ധരിപ്പിച്ചു. അതിനുശേഷം താൻ വളരെ ഭയപ്പെട്ട് ആദ്യം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും പിന്നീട് ഫോൺ ഫോർമാറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെയ്തു എന്നുള്ളതുമായിരുന്നു ഇയാൾ പരാതിയിൽ പറഞ്ഞതും അതേപോലെ തന്നെ പോലീസിന് നൽകിയ മൊഴിയും. എന്നാൽ കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ അക്കാര്യങ്ങളൊക്കെ കള്ളം എന്ന് തെളിയിക്കുന്നതാണ് പോലീസിന്റെ ഈ അന്വേഷണ റിപ്പോർട്ട്. അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം അത് ഇങ്ങനെയാണ്. അതായത് ഒക്ടോബർ 31 കെ ഗോപാലകൃഷ്ണൻ ഫോൺ ഫോർമാറ്റ് ചെയ്തത്. പകരം അദ്ദേഹം പോലീസിന് പരാതി നൽകിയ നവംബർ 4 തലേ ദിവസം നവംബർ 3 അദ്ദേഹത്തിന്റെ ഫോൺ ആദ്യമായി ഫോർമാറ്റ് ചെയ്തത് എന്നുള്ള കാര്യം കണ്ടെത്തുന്നു. നമുക്കറിയാം ഈ നവംബർ 4 ഗോപാലകൃഷ്ണൻ ഈ പരാതി പോലീസിന് നൽകുമ്പോൾ അന്ന് അതേ ദിവസം തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫോൺ കൈമാറണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നവംബർ 5 അദ്ദേഹം നൽകിയത് ഒരു ഐഫോണാണ്. ആ ഐഫോണിൽ അദ്ദേഹം വാട്സപ്പ് ഉപയോഗിച്ചിരുന്നില്ല. തൊട്ടടുത്ത ദിവസം അതായത് നവംബർ 6 തീയതിയാണ് പിന്നീട് വീണ്ടും അദ്ദേഹത്തിന്റെ ശരിക്കുള്ള സാംസങ് ഫോൺ, അതായത് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായ അദ്ദേഹത്തിന്റെ സാംസങ് ഫോൺ പോലീസിന് കൈമാറുന്നത്. ആ ദിവസം 2 പ്രാവശ്യം രാവിലെ പോലീസിന് ഫോൺ കൈമാറുന്നതിന് മുൻപ് ഫോൺ ഫോർമാറ്റ് ചെയ്തു എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിന് ഗൂഗിളും മെറ്റയും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഫോറൻസിക് പരിശോധനയിലുമാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അങ്ങനെ 3 തവണ കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒക്ടോബർ 31 ശരി ഷഫീദ്, അപ്പോ അങ്ങനെയാണ്. അത് 6 വിശദാംശങ്ങളാണ് പോലീസ് റിപ്പോർട്ട് വിശദാംശങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടിരിക്കുന്നത്.